ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഹെയർ കളർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണ് ഹെയർ കളർ ചെയ്യാൻ പോണേ. അപ്പോൾ അതായത് നമ്മളിത് വാങ്ങിച്ചത് തന്നെ ട്രെക്സിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഇതിൽ വരുന്നത് പറഞ്ഞ ഒരു ബ്രഷ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലൗസ്, കണ്ടീഷണർ 2 പാക്ക് തന്നിട്ടുണ്ട്, പിന്നെ കളർ അടിക്കൽ പൗഡർ, ബ്ലോണ്ട് കളറാണ് ചേച്ചി വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ പൗഡർ, പിന്നെ ഡെവലപ്പർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോക്സിൽ വരുന്നത്. അപ്പോൾ ചേച്ചിനെ നമുക്ക് ചേച്ചിന് തല ഫുള്ള് കളർ അടിക്കുന്നത്. ഓക്കെ, 1:1 റേഷ്യോയിൽ മിക്സ് ആക്കാനാണ് പറഞ്ഞത്. അത് ഓൾറെഡി 1:2 റേഷ്യോ ആണ്. കാരണം ബ്ലോണ്ടർ പൗഡർ 10 ഗ്രാമും ഇത് 20 ഗ്രാമും ആണ് ഉള്ളത്. 1:2 റേഷ്യോ ആണ്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇതൊരു ഒന്നും പറയാനില്ല, ഈ ഒരു സാധനത്തിലിട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് അടിക്കാം. അപ്പോൾ ആദ്യം ബ്ലോണ്ടർ പൗഡറാണ് ഇടുന്നത്. എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ്, കാരണം ഞാൻ ആദ്യമായിട്ട് അടിക്കുകയാണ്. പിന്നത്തെ കാര്യം, എനിക്ക് എൻ്റെ മുടി ഓൾറെഡി കേളി കയറാണ്ട് അതിലടിച്ചാൽ വൃത്തി ഉണ്ടാവുമോ അങ്ങനത്തെ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. സോ ഞാൻ എന്താ അപ്പോൾ അത് അടിച്ചു എന്നല്ല, ഇതിട്ട് ബ്ലോണ്ടർ പൗഡർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിട്ട്. ചേച്ചി ഒരു ഗസ്സിന് ഇത് ഏത് കളറാ? അത് വൈറ്റ് ആയിരിക്കും, ഇതാവാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ അത് ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. അത് മുറിച്ച് ആണ് വൈറ്റാണ് എൻ്റെ കുട്ടി, ഇത് വൈറ്റാണ്. അപ്പോൾ ഞാൻ മിക്സ് ആക്കാം. നല്ലോണം മിക്സ് ആക്കണം. ഒരു പേസ്റ്റ് രൂപം പൊടി തെറിക്കും. കണ്ട അതിൻ്റെ കളർ നീലായിരിക്കും. ബാക്കി മിക്സ് ഇതിനിപ്പോൾ ഗ്ലൗസ് ഇട്ടുണ്ട്. എൻ്റെ അടുത്ത് അലൂമിനിയം ഫോയിൽ ഒന്നുമില്ല. അത് അലൂമിനിയം ഫോയിൽ ഇട്ടിട്ട് ആക്കാനൊക്കെ പറയാം. എടുത്ത സാധനം ഇല്ല, അതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിലൊന്നും ആക്കില്ല. ഞാൻ അടിക്കുന്നില്ല, ചേച്ചി മാത്രമാണ് കേസ് അടിക്കുന്നത്. അതെ, ഇവൾക്ക് എന്താ പറയുക, കുഞ്ഞു കുട്ടിയുണ്ട്, നമ്മൾ അടിക്കാൻ കൊടുക്കില്ല. മുട്ടത്തോടെ വീഴുന്നു ഇത്രയുന്നു. നമുക്ക് അമ്മയാണ് മുടിയിൽ കളർ അടിക്കുന്നത്. കാരണം ശിവനെ കൊണ്ടാക്കിയാൽ എൻ്റെ മുടി ഫുള്ളും ബ്രൗൺ ആയിരിക്കും. അധികം വേണ്ട, ബാക്കിലേക്ക് മതി അമ്മ. എടുക്കേണ്ട ആ ഭാഗം അങ്ങോട്ട് കൊണ്ടാണ്. ഇത്രയോ? അടിയില എവിടെ നോക്കിയിട്ട് ഇവിടെ മുതൽ ഇത് ബാക്കിയുള്ള മുടിയിലൊക്കെ ആവുക ഒട്ടിച്ച് വെച്ചില്ല. അത് ഞാൻ അലൂമിനിയം ഫോയിൽ ഇതാക്കാൻ പറയുന്നത്. അലൂമിനിയം ഫോയിൽ നമ്മളതിലുണ്ടല്ലോ. എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ മതിയോ? തല കൊണ്ട് കൂടെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇല്ല, അതല്ല മുറിച്ചിട്ട് അങ്ങനെ മേത്തൊക്കെ ആവും. മേത്താവും, അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ പനിയിട്ടത്. ചേച്ചി മുതൽ പനിയാൻ വാങ്ങിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ലേക്ക്. തന്നെയാണോ? തേക്കണോ? ഇല്ല, എത്രയൊക്കെ മതി. ശിവ പൊറോട്ട വാങ്ങിയ അതിനെ പോയിട്ടുണ്ട്. ശിവന്റെ ബുദ്ധി തിന്നാൻ തന്നെ അതും അറിയില്ല ചുറ്റാൻ. ഈ യൂസസ് വല്ലോ അമ്മ എന്തിനാ അമ്മ ഇത് ഭയങ്കര കുറച്ച് വാങ്ങിട്ടിരുന്നോ? ഉണ്ടാക്കിയില്ലേ മാ? ആ വൈകിട്ട് മതി. പിന്നെ മടക്കിയിട്ടാണ് അല്ല 5 ലക്ഷം എഴുതാനുണ്ടോ? അല്ലല്ല, ഇത് പൈസ എവിടെ പോകുന്നത്? ബ്ലാക്ക് അല്ല, നീല നീല അതല്ല, വീഡിയോ ഫോണില് നീല 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 4 മുടിയും വെട്ടാൻ നാളെ ഒട്ടുമില്ല. ഐ ബിലീവ് മൈ മമ്മി.
പിന്നെ ഇതാക്കണ്ട കാണാണ്ട് നേട്ടം അമ്മ ഞാനിതൊന്നും അറിയില്ല ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു അത് അല്ല അമ്മ ചെയ്താൽ പറഞ്ഞിട്ട് ഇത് വാങ്ങി അമ്മ ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയേ അല്ലാണ്ട് എനിക്ക് ചെയ്യാനല്ലേ ഞാൻ വാങ്ങി യൂസ്ലെസ് ഫെല്ലോ ഞാൻ പറഞ്ഞ ഗ്ലാസ് ഇത് ഇങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഞാൻ തൊടുന്നില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഗ്ലൗസ് ഉണ്ട്. അപ്പം അതിൽ ഓൾറെഡി സാധനം ഉള്ളതുകൊണ്ട് മറ്റേ മുടിയിലൊന്നും ആവണ്ട. എനിക്ക് മൊത്തമായിട്ട് എന്തായാലും അടിക്കാൻ വലിയ താല്പര്യമില്ല. ഇനി കുറച്ച് ഭാഗം പക്ഷെ വൃത്തി ഉണ്ടാവും എന്നറിയത്തുണ്ട്, ഒരാഗ്രഹമല്ലേ. അപ്പം ഇതെന്തായെന്ന് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇതിന് എനിക്കൊരു സ്മെല്ലാണ് ബ്ലീച്ചിൻ്റെ, അല്ലാണ്ട് വൃത്തിയുടെ സ്മെല്ലൊന്നുമല്ല, ബ്ലീച്ചിനൊരു കുത്തണ സ്മെല്ല്. അത്രയും ബ്ലീച്ച് ഉണ്ടായിരുന്നു, നല്ലതല്ല. അതിവിദഗ്ധമായി ആ ഗ്ലൗസ് ശിവനെ കൊണ്ട് കളയിപ്പിച്ചു. അതെൻ്റെ ബുദ്ധി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അഴിമതി നടക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്കൊരു 8-7 മുതൽ കളർ അടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മതി. നമുക്ക് 10 കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്തപ്പോഴോ അമ്മ ഏപ്രിലാണ് മെയ് 1 ഞാൻ ചോദിച്ചു. അമ്മ മെയ് 8 റിസൾട്ട് വരുമായിരുന്നു. അപ്പം റിസൾട്ട് വന്നിട്ട് അടിച്ചാൽ മതി, ശരി റിസൾട്ട് വരട്ടെ. അപ്പം റിസൾട്ട് വന്നു, അടിച്ചു. പക്ഷേ ശിവ ഇപ്പം 9ലേക്ക്. എൻ്റെ ഈ ബാക്കി ഒരു തുള്ളി കളറുണ്ട്, അത് ശിവയ്ക്ക് ഫെഡിലടിക്കട്ടെ വെച്ചപ്പോൾ അമ്മ ആദ്യം വേണ്ട പറഞ്ഞു. പിന്നെ ശിവ പറഞ്ഞാൽ ശിവ പിന്നെ പോയപ്പോൾ അമ്മ അടിച്ചോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഈ കാത്തിരിപ്പ് എന്നെക്കാളും മുന്നേ അടിച്ചു. അപ്പം നിങ്ങളെ കാട്ടണം, എൻ്റെ അടുത്ത് അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അടിച്ചാൽ ശ്രമിച്ചു. പറഞ്ഞിരുന്നു ഈ ക്ലോത്ത്സിലൊക്കെ നല്ല ക്ലോത്ത്സിലുണ്ട്, അതിൽ ഇതായാൽ പോകില്ല എന്ന്. അപ്പം ഞാൻ എന്തൊക്കെയും ശിവേൻ്റെ പനിയെടുത്തിട്ട് ഇതാണ് എൻ്റെ ബുദ്ധി. എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഗൈസ് അങ്ങനെ ഞാനും കളർ അടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് അടിച്ചത്, കാണുന്നില്ല വീഡിയോയിൽ. ഞാൻ അവസാനം കളറായിട്ട് കാണിച്ചു തരാം. കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 20 ഉണ്ട്. ഇത് വരെ ക്ലിയർ ആവില്ല കാരണം ഇന്ന് കഴുകണം. പിന്നെ ഇന്ന് മുടി കഴുകിയിട്ട് ഡ്രൈ ആവില്ല. ഇതൊക്കെ നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ ചെയ്ത് അതിന് മാർക്ക് ഫോൾഡ് ഫസ്റ്റ് വേണം നമുക്ക് ചെയ്യേണ്ടത് അറിയാം. പിന്നെ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ട് ബാക്കിലും 4 അങ്ങനെ ചെയ്തത്. ഇതൊന്നും തോന്നുന്നില്ല അവർക്ക്. പക്ഷെ ഇതിന് കുറേ ചെറിയ ചേഞ്ച് ഉണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വലിയ കുറച്ച് എന്തായാലും ആക്രാന്തം മൂത്തിട്ട് ഇതാ ഇവിടെ ഒരു വശത്ത് നമുക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അടുത്ത ഒരു ഇതാ ബ്രൗൺ ആയിട്ടുണ്ട്. അത് നല്ല സ്ലോ മോഷനാക്കി. പക്ഷെ അവസാനത്തേക്ക് തികഞ്ഞില്ലേ അമ്മ അല്ലേ? അടങ്ങി വൃത്തിയൊക്കെ മുടി ഒന്നും ഡാമേജ് ആയിട്ട് ഇരുന്ന് കുട്ടിക്കല് എല്ലാം 4 ഊരിയപ്പോ ഞാൻ കുറച്ച് അടിച്ചോണ്ടാണ് ഞാനും അടിച്ചു കൈസ് അവസാനം. ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താ എൻ്റെ ആഗ്രഹമാണ് അമ്മ നോക്ക് അമ്മ വിദേശിൽ കൊടുക്കുന്നു. അമ്മക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല. ഇതില്ലേ ഇത് ഒരു എന്താ പറയാ, ഇത് ലൈറ്റ് ബ്രൗണാ. അപ്പൊ ഡാർക്ക് ബ്രൗൺ അവിടെ ഇല്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഡാർക്ക് ബ്രൗൺ അധികം അടിക്കില്ല. ക്യാപ്ചീനോ ബ്രൗൺ എടുത്താലും അത്രയ്ക്കും ഡിഫറൻസ്. നമ്മളെ ബ്ലാക്ക് ഹെയറും ആ നമ്മൾ അടിച്ച കളറിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ചെറിയൊരു പേരിന് അടിച്ച എനിക്ക് അങ്ങനെ വേണ്ടേ. ഇത് നല്ലോണം അറിയും. പക്ഷെ എനിക്ക് ആവശ്യം അടിച്ച കളറ് അതൊന്ന് കഴിക്കണം. ഒരു 5 രൂപ വെക്കാം. ഇത് നോക്കി എൻ്റെ മുടി ഫുള്ള് വൃത്തികേടാക്കുക. അത് കട്ടടിച്ച് പിന്നെ അത് കട്ടടിച്ച് കഴുകണം. പിന്നെ ഒരു സാധനം അത് കണ്ടീഷണർ 2 സാഷറ്റ് കണ്ടീഷണർ ഉണ്ട്. പകുതി എനിക്ക് പകുതി തരുന്നില്ല. പകുതി തരാന്ന് പറഞ്ഞതാ, പകുതി കൊടുക്കൂല. ആദ്യം ഇത് ഒരു തളത്തിൽ കഴുകിയിട്ട് പിന്നെ ഈ കണ്ടീഷണർ ഇട്ടിട്ട് ഒന്നുകൂടി കഴുകും. കണ്ടില് അടക്ക്. ഇതാണ് ഈ ചടിച്ചത്, അവിടെ ഉണ്ട് ഒന്നും കാണില്ല. ഇതാ ഉണ്ട്.
പക്ഷെ എന്നാലും അധികം അറിയുന്നില്ല. കാരണം അത് ഇത് സാധനം പോരാത്തതുകൊണ്ടുള്ള ക്വാണ്ടിറ്റി കുറച്ച് കുറവായി തോന്നി എനിക്ക്. അതായത് ഷോർട്ട് ഹെയറിനൊക്കെ എൻ്റെ ലോങ് ഹെയർ എന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കൂടെ അറിയില്ല. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ അടിച്ചത്, പക്ഷെ അറിയുന്നില്ല ട്വിസ്റ്റ്. അങ്ങനെ മുടി കളർ അടിച്ചിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഇല്ല, എൻ്റെ മുടിയുടെ കളർ ആയിട്ടില്ല ഗൈസ്. ഞാൻ പറഞ്ഞ കുറച്ചുണ്ടായിരുന്നുള്ളൂ, എനിക്ക് മാത്രം കിട്ടിയില്ല. ഗൈസ് പിന്നീട് നോക്കിയപ്പോഴാണ് എൻ്റെ മുടിയിൽ കുറച്ച് കളർ ആയിട്ടുണ്ടായിരുന്നു.